കൃഷ്ണനെ അല്ലെങ്കിൽ കണ്ണനെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ വ്യക്തിപരമായി കണ്ണൻ്റെ ഒരു വലിയ ആരാധകനാണ്. കൃഷ്ണനെക്കുറിച്ച് ഓഷോ പറഞ്ഞ വാക്കുകളാണ് ഇന്നത്തെ വീഡിയോ. 1970 ഓഷോ കൃഷ്ണനെക്കുറിച്ച് മാത്രം ഒരു സംവാദ പരമ്പര ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് കൃഷ്ണ ദ മാൻ ആൻഡ് ഹിസ് ഫിലോസഫി എന്ന പേരിലൊരു പുസ്തകമായിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം കൃഷ്ണനെ അവതരിപ്പിക്കുന്നത് ഒരു ദൈവമൂർത്തിയായി മാത്രമല്ല, ഒരു സമഗ്ര ചൈതന്യമായിട്ടാണ്, ഒരു പരിപൂർണ മനുഷ്യനായി അല്ലെങ്കിൽ ഒരു ഭാവി മനുഷ്യനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഓഷോ പറയുന്നത് കൃഷ്ണൻ തുല്യതയില്ലാത്ത ഒരാളാണ്, യുണീക്കാണ്. മറ്റെല്ലാ ആധ്യാത്മിക പാരമ്പര്യങ്ങളും ജീവിത നിഷേധത്തെ സ്വീകരിച്ചപ്പോൾ കൃഷ്ണൻ ജീവിതത്തെ സമഗ്രമായി ആലിംഗനം ചെയ്യാണ് ഉണ്ടായത്. നമുക്കറിയാം, രാമൻ്റെ ആയുധം ധർമ്മമാണ്. കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത് ലീല എന്നുള്ള വാക്കാണ്. കൃഷ്ണലീല എന്നാണ് പറയാറുള്ളത്. കൃഷ്ണൻ്റെ ആയുധം സംഗീതം, പ്രേമം, വിരഹം, യുദ്ധം, ചിരി, ഇതൊക്കെയാണ്. മറ്റു പാരമ്പര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരിക മറിച്ചാണ്. ഉദാഹരണത്തിന് നമ്മൾ ബുദ്ധനെ ആലോചിക്കുമ്പോൾ, മഹാവീരനെ ആലോചിക്കുമ്പോൾ, അതല്ലെങ്കിൽ യേശുവിനെ ആലോചിക്കുമ്പോൾ നിയന്ത്രണത്തിൻ്റെയും ദുഃഖബോധത്തിൻ്റെയും ഒക്കെ ഒരു ചിത്രമാണ് നമുക്ക് കിട്ടുക. എന്നാൽ കണ്ണനെ ആലോചിക്കുമ്പോൾ, കണ്ണൻ്റെ കഥകൾ കേൾക്കുമ്പോൾ, കണ്ണൻ്റെ ചിത്രങ്ങളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക ഒരു സന്തോഷമാണ്. ഓഷോ പറയുന്നത് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് തൻ്റെ സഹജമായ സ്വഭാവത്തെ സ്വീകരിച്ച് ജീവിക്കാനാണ്. യോദ്ധാവാണ് താൻ എന്ന് അർജുനനെ ബോധ്യപ്പെടുത്തുകയാണ് കൃഷ്ണൻ ചെയ്തത്. ഈ പുസ്തകത്തിൽ വിവാഹത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചുമൊക്കെ ഓഷോ പരാമർശിക്കുന്നുണ്ട്. കൃഷ്ണൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലത്ത് മനുഷ്യൻ ഒരിക്കൽ കൂടി വായിക്കേണ്ട ഒരു പുസ്തകമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടിരുന്ന കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.